വെൽക്കം ടു ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസ്. ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 1953 മാച്ച്ലെസ് G3LSൻ്റെ ഫ്യൂവൽ ടാങ്ക് ക്രോം ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിനു മുമ്പേ നമുക്കൊരു ടാങ്ക് കൂടി ഉണ്ടായിരുന്നു. ആ ടാങ്ക് ഇതുപോലെ പ്ലേറ്റിംഗ് ചെയ്തതിന് ശേഷം അത് വളരെ മോശമായ ഒരവസ്ഥയിൽ പോവുകയുണ്ടായി. കാരണം ഫുള്ള് തുരുമ്പ് രണ്ടാമതും അതിനുള്ളിൽ നിന്ന് വന്ന് ടാങ്ക് ഫുള്ള് ലീക്കായിപ്പോയി. കാരണം അതിൻ്റെ റീസൺ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആസിഡ്, റിമൈനിങ് ആയിട്ടുള്ള ആസിഡ് അത് അവർ വൃത്തിയായിട്ട് കഴുകി കളയേണ്ടായിരുന്നു. പക്ഷെ അത് കഴുകി കളയാത്തത് കാരണം നമ്മളതങ്ങനെ വീട്ടിൽ കൊടുന്ന് പാക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം എന്താണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് അതിൻ്റെ ഉള്ളിൽ നിന്ന് തുരുമ്പെടുത്ത് വന്ന് ആ ടാങ്ക്, ഒറിജിനൽ ടാങ്കായിരുന്നു, ആ ടാങ്ക് പൂർണ്ണമായും ദ്രവിച്ചു പോയി. ഒരു 5-6 മാസത്തിനുള്ളിൽ ഫുൾ അത് കേടുവന്ന് പോകുന്നുണ്ടായി. ഇപ്പോൾ ഇത് രണ്ടാമത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തൊരു ടാങ്കാണ്. ഒരു വേറെ ടാങ്ക് വാങ്ങിച്ചാൽ അത് ഒരു ക്രോമബിളായിരുന്നു, നല്ല ഒരു ഹെൽത്തി ടാങ്കായിരുന്നു, വലിയ റസ്റ്റൊന്നും ഉള്ളിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളതിനെ ടാങ്കിനെ രണ്ടാമത് ക്രോം ചെയ്തിരിക്കുകയാണ്. ഇനി ക്രോം ചെയ്തതിന് ശേഷം നമ്മൾ പൂർണ്ണമായുള്ള എയറെല്ലാം അടിച്ച് അതിൻ്റെ ഫുൾ ആസിഡ്സ് റിമെയിൻസിനെ കളഞ്ഞ് പിന്നെ ഞാനത് വീട്ടിലേക്ക് കൊടുത്തിട്ട് റണ്ണിങ് വാട്ടറിൽ വെച്ചിട്ട് ഒന്നും കൂടി അതിനെ ഉള്ളിൽ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ഓയിൽ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് അത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾ ടാങ്ക് ക്രോം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്പെടും. നമ്മൾ ക്രോം ചെയ്തതിന് ശേഷം തീർച്ചയായും അങ്ങനെ പെട്ടെന്ന് നിങ്ങളത് വണ്ടിയിലൂടെ നിന്ന് ഫിറ്റ് ചെയ്യുക ചെയ്യരുത്. മാക്സിമം അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ആസിഡ് സ്റ്റെയിൻസ് നിങ്ങൾ കളയണം. എയറും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു അനുഭവത്തിൽ നിന്ന് ഞാനത് പറയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ.